എന്താ മക്കൾ നന്നാവാൻ നല്ലത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികളെ ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്ന രക്ഷിതാക്കളെ നമ്മൾ നോക്കും. കൂടെ വരുന്ന ഉമ്മാക്കോ വാപ്പാക്കോ ദീനിൻ്റെ ഒരടയാളം പോലും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ കേടുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ കേട് വന്നത് എന്തുകൊണ്ട്? കുട്ടികൾ കേട് വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ആ കുട്ടികൾക്ക് ദീനിനോട് മതിപ്പുണ്ടാകുന്ന ഒരു ജീവിതം മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഉണ്ടാവണം. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂട്ടിലൊരു ചെറിയ കുട്ടി ചോദിക്കണം, ഒരു പേരക്കുട്ടി ചോദിക്കണം, വല്യപ്പ എങ്ങോട്ട് പോയതാ? അതിന്നേ അവിടെ നമ്മുടെ ദാറുൽ ഖുർആൻ്റെ ഒരു വാർഷിക പരിപാടി ഉണ്ട്. അത് നിങ്ങളിവിടെ പോന്നാലല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയും. അപ്പം ആ കുട്ടിൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പം അവിടെ പോകേണ്ട കാര്യം? എന്താണ് ഇപ്പം ആ സ്ഥാപനം? എന്താണത്? ഇതൊക്കെ അനേക തവണ പലതും കേട്ടാണ് ആ മനസ്സുണ്ടാവുന്നത്. ഇന്നലെ ഓർഫൻ കെയറിൻ്റെ പ്രോഗ്രാമിൽ കുറേ സഹോദരിമാർ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ നിക്കാബൊക്കെ ഇട്ട് വന്നു, ചില ആൾക്കാർക്ക് തലയിൽ തട്ടവും കൂടി ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങളെ മോൻ ലഹരിയിൽപ്പെട്ടു അല്ലെങ്കിൽ മോള് പ്രേമത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരും. ആ കുട്ടികൾക്ക് നിങ്ങൾ പറയുന്നതിൽ ഒരു മതിപ്പുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തെന്ന് തരാം. നിങ്ങളെ പള്ളിയിലെ ഉസ്താദ് ചെലവിന് വേണ്ടി പോയൊരു വീട്ടിലത്തെ ഒരു പെണ്ണ് പറയണെന്ത്, ആ ഉസ്താദ് വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ അത്ര നല്ലൊരു പെരുമാറ്റമല്ല എന്നൊരു പെണ്ണെങ്ങാനും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ, ആ ഉസ്താദ് ഇനി എന്ത് വയല് പറഞ്ഞാലും ആ വയല് നമ്മളെ മനസ്സ് തട്ടുമോ? ഈ ഉമ്മയും വാപ്പയും എന്നോട് പറയാൻ യോഗ്യനല്ല. കാരണം എന്താ? ഇന്ന് വാപ്പ സുബഹി നിസ്കരിച്ചത് 6:30 മണിക്കാണ്, 7 മണിക്കാണ്. നിസ്കാരം മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു നന്മയും പറയാൻ ആ പിതാവിന് യോഗ്യതയില്ലാതെയായിത്തീരും. അതുകൊണ്ടാണ് നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്. അതുകൊണ്ടാണ് അത് പറയാൻ യോഗ്യനല്ല എന്ന് ആ കുട്ടിൻ്റെ മനസ്സ് പറയും. ഒരു പക്ഷെ ചെറിയ കുട്ടിയാണെങ്കിൽ അവൻ അപ്പം ചോദിക്കും, തിരിച്ച് ചോദിക്കും. അപ്പം അത് ഇപ്പം എന്താ അങ്ങനെ, ഉമ്മ എന്താ അങ്ങനെ എന്നവൻ തിരിച്ചു ചോദിക്കും. നല്ലൊരു ഇസ്ലാമിക ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് പറ്റിയാലേ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ മക്കൾ, പുതിയ തലമുറ ദീനിൻ്റെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഇവിടെ ഓരോരുത്തരും ദീൻ്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എടത്തനാട്ടുകരയിലുള്ള സജീവരായ ആളുകളെ നിങ്ങൾ നോക്കൂ. അവരുടെ വാപ്പമാർ ദീനി പ്രവർത്തനത്തിന് ഇറങ്ങിപ്പോകുന്നത് കണ്ട് വളർന്നത് കൊണ്ടാണ് അവരും ആ ഡയറി പിടിച്ച് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങൂല. അതുകൊണ്ട് ഇറങ്ങിയതാണ്. വാപ്പമാർ പോയ വഴിയിൽ മക്കൾ വരാൻ കാരണം അവരത് കണ്ടു. എങ്ങടാ പോണത്? വാപ്പ യോഗത്തിന് പോവുക, സമ്മേളനത്തിന് പോവുകയാണ്, പരിപാടിക്ക് പോവുകയാണ്, വയലിന് പോവുകയാണ്. ഇത് കേട്ട് വളർന്നതാണ്. നമ്മൾ മാറണം. അതൊക്കെ ആരെങ്കിലും കൊണ്ടടക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത പുലർത്തിയാൽ നാളെ നിങ്ങളുടെ മക്കൾ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത പുലർത്തും. നമ്മൾ പള്ളിയിൽ 5 വക്തിനും ജമാഅത്ത് പോയാൽ നമ്മുടെ മക്കൾ ജമാഅത്തിന് പോയില്ലെങ്കിലും നിസ്കരിക്കെങ്കിലും ചെയ്യും. മിനിമം അവിടേക്കെങ്കിലും എത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പുതിയ തലമുറ നന്നായി വരാനുള്ള ഒന്നാമത്തെ പരിഹാരം, നമ്മൾ അവരാവാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടും കുട്ടികൾ പഴച്ചു പോകണില്ലേ? ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, മോനൊരു കൗൺസിലിംഗ് വേണം. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവ പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, നമ്മളെ അന്ന് പഴയ കാലത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബാലവേദിയിൽ പോലും അവനെ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. മദ്രസിൽ അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിനും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയാലും കുട്ടികൾ കേടി വരും എന്നാ ചോദിക്കണത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അയാൾ തന്നെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ വളർത്തിയിട്ടും എന്തേ മകൻ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി പറഞ്ഞ് നന്നാക്കാൻ മാത്രം എന്തേ പ്രശ്നം? അതിൻ്റെ മറുപടി അയാൾ പറഞ്ഞു, ഓൻ വലിയ ആഗ്രഹം പറഞ്ഞു, ഓന് പഠിക്കാൻ എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകണം. അങ്ങനെ ഞാൻ ഓനെ ബാംഗ്ലൂർ കൊണ്ടാക്കി. അന്വേഷിച്ച് നോക്കുമ്പോൾ 1ഉം 2ഉം കേസല്ല. കയ്യോടോനെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിരുത്തിക്കാണ്. ഇനി എന്താ? ആ കോളേജിക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല. ഇനി ഏത് കോളേജിക്കാണ് വിടുക? എന്താ ചെയ്യുക? നാട്ടുകാരോട് എന്താ മറുപടി പറയാ? അപ്പോൾ എവിടെ പിഴച്ചു? നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സാഹചര്യമില്ല. അവരെവിടെ പഠിപ്പിക്കണം, എവിടെ കൊണ്ടുപോയി ആക്കണം, അതിന് പറ്റിയ സ്ഥലമില്ല. അവർ പറയുന്നിടത്ത് കൊണ്ടുപോയി ആക്കിയാൽ അങ്ങനെയാണ്. ഇപ്പോൾ SLC കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു കോളേജിൻ്റെ പരസ്യം വന്നാൽ ആളില്ല. എന്താ ആളില്ലാത്തത്? മക്കൾ പറയില്ലല്ലോ. ഞാൻ ദാറുൽ ഖുർആൻ അറബി കോളേജ് പഠിച്ചോളാന്ന് ഏതെങ്കിലും മക്കൾ പറയൂ? വളരെ അപൂർവം കുട്ടികൾ പറഞ്ഞേക്കും, ബാക്കിയുള്ളവർ പറയില്ല. അതെന്താണ്? അവരുടെ മനസ്സിലെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ കൊണ്ടുപോയാൽ എവിടേക്കാണ് എത്തുക? അതിന് മാറ്റങ്ങൾ വേണം.
അപ്പോൾ സാഹചര്യങ്ങൾ നേരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. നല്ല കുടുംബത്തിൽ നല്ല വാപ്പക്കും നല്ല ഉസ്താദുമാർക്കുണ്ടായ മക്കളാണെങ്കിലും സാഹചര്യം മോശമാണെങ്കിൽ എന്ത് ചെയ്യും? പോകും. അതാണ് സുഹൃത്തുക്കളെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ലവരായി വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം.